കൃഷ്ണ ഗുരുവായൂരപ്പ, നാളെ തിങ്കളാഴ്ച, അതായത് ജനുവരി 5 തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണമാണ്. 11:30 വരെയാണ് രാവിലത്തെ ദർശനം ഉണ്ടാവുക. രാവിലെ 3 മണി തൊട്ടിട്ട് 11:30 വരെ. അതിനുശേഷം ദർശനമില്ല എന്ന് പറഞ്ഞാൽ ചോറൂണ്, അതേപോലെ തുലാഭാരം, മറ്റു വഴിപാടുകളൊന്നും 11:30 ശേഷം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇടത്തരികത്തുകാവ് ഭഗവതി, അതായത് ദുർഗാദേവി, വനദുർഗയുടെ ഭാവത്തിലിരിക്കുന്ന ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ താലപ്പൊലിയാണ് പിള്ളേര് താലപ്പൊലി. അതായത് സംഘം വക, അതായത് അവിടുത്തെ പണ്ട് പിള്ളേര് താലപ്പൊലി ഉണ്ടാവാൻ ഈ മുതിർന്നവരൊക്കെ താലപ്പൊലി നടത്തുന്നത് കണ്ടിട്ട് അവിടെയുള്ള നായർ തറവാടുകളിലൊക്കെ ചെറിയ കുട്ടികൾ അങ്ങനെ ഒരു താലപ്പൊലിയുടെ വിളക്കും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുന്ന് ഭഗവതിയുടെ നടയിൽ വെച്ചിട്ട് ഇങ്ങനെ താലപ്പൊലിയുടെ പോലെ ചെയ്തു. അങ്ങനെ അത് ചെയ്തപ്പോൾ ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അതായി. കാരണം നിഷ്കളങ്കമായ നിഷ്കാമമായ ഭക്തിയുള്ള ആ കുട്ടികളുടെ താലപ്പൊലിക്ക് ഏറ്റവും, അപ്പോൾ അതൊരു താലപ്പൊലി അവിഭാജ്യ ഘടകമായി നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ഇടത്തരികത്തുകാവിലെ ഭഗവതിക്ക്. കാരണം ആദ്യം തന്നെ വിഗ്രഹം വയ്ക്കുന്നതിന് മുൻപ് തന്നെ ആ ഭഗവതിയുടെ ചൈതന്യം ഉണ്ടായിരുന്ന ഗുരുവായൂർ അമ്പലമാണ്. ആ ഗുരുവായൂർ അമ്പലത്തിലെ ഇടത്തരികത്തുകാവിലെ ആ അമ്മയുടെ താലപ്പൊലി, അത് അന്ന് കുട്ടികളാണ് എല്ലാ കാലത്തും അതിൻ്റെ മുൻപന്തിയിൽ. അവരൊക്കെ കുറച്ച് മുതിർന്നു വെച്ചാലും ആ കുട്ടികളുടെ ആ ഒരു താലപ്പൊലി ആയത് കാരണമാണ് പിള്ളേര് താലപ്പൊലി എന്ന് പറയുന്നത്. അപ്പോൾ നാളെ 5-ാം തീയതി ആണ് പിള്ളേര് താലപ്പൊലി. അപ്പോൾ പുറത്തേക്ക് എഴുന്നള്ളിപ്പാണ് ഈ 11:30 ശേഷം. അപ്പോൾ 11:30 ശേഷം പുറത്തേക്ക് എഴുന്നള്ളിപ്പും അതിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നത് കാരണമാണ്. എഴുന്നള്ളിപ്പ് കുറച്ച് വഴുകും എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ നടക്കാനുള്ള കാരണം 11:30 ക്ഷേത്രനട അടയ്ക്കും. ക്ഷേത്രനട എന്ന് പറഞ്ഞാൽ ദർശനം നിർത്തും. പിന്നീട് വൈകിട്ടാണ് ദർശനം പുനഃക്രമീകരിക്കുകയുള്ളൂ. വൈകിട്ട്, അതായത് പറയെടുപ്പൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഗുരുവായൂരപ്പനെ ദർശിക്കാനുള്ള ആ ഒരു സൗഭാഗ്യം വരിക. അതുപോലെ തന്നെ അടുത്തതായിട്ട് പിന്നെ വരുന്നത് ഫെബ്രുവരി 6-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അന്നും ഇതുപോലെ തന്നെ ദർശന നിയന്ത്രണം ഉണ്ടാവും. ഏകദേശം 11:30 വരെ തന്നെയാണ് അന്നും രാവിലത്തെ ദർശനം ഉണ്ടാവുക. രാവിലെ 3 മണിക്ക് നിർമാല്യത്തോടു കൂടി തുറന്ന് 11:30 ആകുമ്പോഴേക്കും നിർത്തുന്ന തരത്തിലുള്ള ദർശന ക്രമീകരണങ്ങൾ തന്നെയാണ് അന്നും ഉണ്ടാവുക. കാരണം അന്നും ഭഗവതിക്ക് താലപ്പൊലിയാണ്. അന്ന് നടത്തുന്നത് ദേവസ്വം വകയാണ്. ദേവസ്വം വകയാവുമ്പോൾ അതിൻ്റേതായ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് ധാരാളം പറകളുണ്ടാവും. പറ എന്ന് പറഞ്ഞാൽ ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ഞൾപ്പൊടി പറ, അതുപോലെ കുങ്കുമപ്പറ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആയിട്ട് ധാരാളം നമ്മളെ ഗജവീരന്മാരുടെ വാദ്യമേളങ്ങളോട് കൂടിയിട്ടുള്ള ആ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉത്സവങ്ങൾ, അതായത് ഭഗവതിയുടെ 2 താലപ്പൊലി ഉത്സവങ്ങളാണ്. ഒന്ന് നാളെയും അടുത്തത് ഫെബ്രുവരി 6-നുമാണ്. 6-ന് വെള്ളിയാഴ്ച. അന്നത്തെ ദിവസവും ഇതേപോലെ ദർശന നിയന്ത്രണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പറയെടുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും സ്ഥായിയായ പോലെ തന്നെ സ്ഥിരമായിട്ടുള്ള ആ ദർശനം വീണ്ടും അനുവദിക്കും. അപ്പോൾ എല്ലാവരും അത് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് ദർശനത്തിന് തയ്യാറാവുക. പിന്നെ എല്ലാവർക്കും ആ ഭഗവതിയുടെ ദർശനം ലഭിക്കാൻ, ആ താലപ്പൊലിയിലൊക്കെ പങ്കുകൊള്ളാനൊക്കെ കഴിയട്ടെ. എല്ലാവരും ദർശനത്തിന് വരുന്നവരൊക്കെ, ഗുരുവായൂർ ദർശനത്തിന് വരുന്നവരൊക്കെ എല്ലാവരും ഇത് ശ്രദ്ധിക്കൂ. ഹരേ കൃഷ്ണ.